അപ്പോസ്തലനായ പൗലോസ് സഭകൾക്കൊക്കെ എഴുതുമ്പോൾ താൻ വളരെ സ്പഷ്ടമായിട്ട് അവരോട് ഊന്നി പറയുന്നതായ ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയിൽ നിങ്ങൾ മടുത്തു പോകരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. നോക്കൂ, നമുക്ക് മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തരുന്നു എന്നുള്ളതായ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിന് നാം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ജീവനുണ്ട് എന്നുള്ളതായ ഒരു അറിവും നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. പല കാര്യങ്ങളും ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് നൽകി തരുന്നതാണ്. ദൈവം ജീവനുള്ള ദൈവമാണെന്ന് നമ്മോട് സംസാരിക്കുന്നതായ ഭാഷ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഒരു കാര്യം നമ്മെ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ലഭിക്കുന്ന കാര്യങ്ങളുണ്ട്, ഉടനെ ലഭിക്കാത്ത കാര്യമുണ്ട്. നമുക്ക് പോകാം 2 ദിനവൃത്താന്ത പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശാലോമോൻ രാജാവ് നമുക്കറിയാം ചരിത്രപ്രകാരവും തിരുവചനത്തിന്റെ വെളിച്ചത്തിലുമൊക്കെ ദൈവത്തിന് പ്രസാദകരമായിരിക്കേണ്ടതിന് വളരെ പ്രഗത്ഭമായ ഒരു ആലയം ദൈവത്തിന്റെ നാമത്തിൽ പണിയുകയുണ്ടായി. ധനത്തോടും സമ്പത്തോടും ഒക്കെ ആ ആലയത്തിന്റെ കീർത്തി ഇന്നും ചരിത്ര പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ആലയത്തിന്റെ പണി കഴിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ ആ ആലയം ദൈവത്തിനായി പ്രതിഷ്ഠിക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉദ്ഘാടന ദിവസം, ദൈവത്തിന്റെ മഹത്വം ആ ആലയത്തിൽ ഇറങ്ങി. അന്ന് രാത്രിയിൽ ശലോമോൻ പോയി കിടന്ന് ഉറങ്ങുന്നതായ സമയത്ത് 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അന്ന് രാത്രിയിൽ ശലോമോന് ദൈവം പ്രത്യക്ഷനായി. അവനോട് പറഞ്ഞതായ കാര്യം, ശലോമോനെ, നിന്റെ ആലയത്തിന്റെ സംഗതികളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിന്റെ പണികളെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. നീ കഴിച്ചതായ യാഗമൊക്കെയും എനിക്ക് പ്രസാദകരമായിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് നിന്നോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിനക്കെന്തു വേണം? ഞാൻ നിനക്ക് എന്ത് തരണം? ചോദിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷെങ്കിൽ ആ ചോദ്യം നമ്മളോടാണ് ദൈവം ചോദിക്കുന്നതെങ്കിൽ നമുക്ക് സംയമനമില്ലെങ്കിൽ ചിലപ്പോൾ ഭ്രാന്ത് പിടിച്ചെന്നിരിക്കും. കാരണം സർവശക്തനായ ദൈവമാണ് ചോദിക്കുന്നത്. എന്തുത്തരം പറയണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. ആകെപ്പാടെ കൺഫ്യൂഷനായി പോകും. എന്തെല്ലാമോ ചോദിക്കുവാൻ വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങ് ആർത്തിരമ്പി നമ്മുടെ മുൻപിൽ കടന്നു വരും. ശലോമോനാകട്ടെ ദൈവത്തോട് പറഞ്ഞതായ കാര്യം 10-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവേ, നീ ഈ ജനത്തെ നടത്തുവാൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇവരെ നടത്തണമെങ്കിൽ ജ്ഞാനവും വിവേകവും എനിക്ക് ആവശ്യമാണ്. അതില്ലാതെ എനിക്ക് നടത്തുവാൻ കഴിയുകയില്ല. അതെനിക്ക് തരണം. ദൈവത്തിന് ആ ശലോമോന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ വളരെ സന്തോഷമായിപ്പോയി. ശലോമോനോട് ദൈവം ഉടനെ പറയുകയാണ്, നീ മറ്റു പല കാര്യങ്ങളും ചോദിക്കാതെ വിവേകവും ജ്ഞാനവും എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ ഉടനെ നിനക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വേറെ ചില കാര്യങ്ങളായിരുന്നു നീ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഉടനെ തരത്തില്ലായിരുന്നു എന്നുള്ളതായ ഒരു ഭാഷ്യേന്തര 11-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ ദൈവം സംസാരിച്ചതായി രേഖപ്പെടുത്തുകയാണ്. മറ്റു പലരും ചോദിക്കുമ്പോൾ, എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതായ 5 കാര്യങ്ങളുണ്ട് ശലോമോനെ. 1 ധനം, 2 സമ്പത്ത്, 3 മാനം, 4 ശത്രു നിഗ്രഹം, 5 ദീർഘായുസ്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ദൈവം ചോദിച്ചാൽ ഉടനെ കൊടുക്കുന്നത് 2 കാര്യം. 1 വിവേകവും ജ്ഞാനവും. ജ്ഞാനമുള്ളൊരു ഹൃദയം, ദൈവത്തെ അറിയുവാനുള്ള ജ്ഞാനമുള്ളൊരു ഹൃദയം, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയുവാനുള്ളതായ ഒരു വിവേകം. അങ്ങനെ വിവേകവും ജ്ഞാനവും ഉള്ള ഒരു ഹൃദയം ലഭിക്കുന്ന മനുഷ്യന് ദൈവം ശലോമോനോട് പറയുകയാണ്, ഇത് നീ ചോദിച്ചിരിക്കാൻ ഇതോടൊപ്പം ഞാൻ നിനക്ക് ധനവും ഐശ്വര്യവും സമ്പത്തും ഒക്കെ നിനക്ക് തന്നിരിക്കുന്നു. കാരണം ഐശ്വര്യവും സമ്പത്തും മാനവും എല്ലാം കൊടുക്കുന്നതിന് ദൈവം വിവേകമുള്ള മനുഷ്യരെ തേടുന്നു. ജ്ഞാനമുള്ള മനുഷ്യനെ, ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെ, ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവശക്തിയെ തിരിച്ചറിയുന്ന ജ്ഞാനമുള്ള മനുഷ്യരെ ദൈവം തിരിച്ചറിയുന്നു. ഇല്ലാത്തവരുടെ കയ്യിൽ ദൈവം ധനവും സമ്പത്തും കൊടുക്കുമ്പോൾ അനേകം അനിഷ്ടങ്ങൾ ഈ ഭൂമുഖത്ത് നടമാടും. അനേകം ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ദൈവവിരോധികൾ എഴുന്നേൽക്കും.
എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി വേറൊരു കാര്യം നമ്മിൽ കൂടെ ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം പറഞ്ഞത് ഈ 5 കാര്യമാണ് പലപ്പോഴും എല്ലാവരും ചോദിച്ചിരിക്കുന്നത്, ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നതും എൻ്റെ സമയത്തും എൻ്റെ ഇഷ്ടപ്രകാരവും ഞാൻ കൊടുക്കുന്ന അളവിനാൽ വിഭാഗിച്ച് പകുത്ത് അവരുടെ ആ പക്വതയ്ക്കും അവരുടെ കഴിവിനും അനുസരിച്ച് ഞാൻ അളന്നു കൊടുക്കുന്ന 5 കാര്യങ്ങളാണ്. എങ്കിലും നോക്കൂ, ദൈവം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് ശത്രുനിഗ്രഹം. നമുക്കറിയാം, ശലോമോന്റെ പിതാവായിരുന്ന ദാവീദ് 109 സങ്കീർത്തനത്തിൽ താൻ ശത്രുക്കളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ദൈവത്തെ അടക്കമിട്ട് എഴുതി പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന രീതിയിൽ എന്റെ ശത്രുക്കളെ നിഗ്രഹിക്കണം, എന്റെ ശത്രുക്കൾ ഇനി മേലാൽ എഴുന്നേൽക്കാത്ത രീതിയിൽ ഉന്മൂലനം ചെയ്യുവാൻ, അവരെ വിധവകളാക്കണം, ദരിദ്രരാക്കണം, അവരെ അനാഥരാക്കണം, അങ്ങനെ ചെയ്യണം, അവരുടെ ഭവനങ്ങൾ പോകണം, അത് പോകണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം 109 സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദാവീദ് ദൈവത്തിന്റെ ആത്മാവ് അവനെ സന്ദർശിച്ചു. അവൻ കാണുകയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ ഏഴകളായിട്ടുള്ളവർ അല്ലെങ്കിൽ എളിയവരായിട്ടുള്ളവർ അവർ ന്യായവിസ്താരത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവരെ ന്യായവിസ്താരത്തിൽ നിന്ന് അവരെ ഒഴിവാക്കി അവരോട് ക്ഷമിക്കുവാൻ തക്ക ഹൃദയമുള്ള ഒരു കർത്താവ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആ കാഴ്ച കണ്ട ഉടനെ 110 സങ്കീർത്തനം ദാവീദ് എഴുതുന്നത്, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് തന്റെ പുത്രനോട് അരുളിച്ചതായ ഭാഷ, ആ വാക്ക് ദാവീദ് കേൾക്കുകയാണ്. അങ്ങനെ ദാവീദ് 111 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ തന്റെ ഹൃദയം വിശാലമായി താൻ എഴുതുകയാണ്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ. അതിനു മുമ്പ് ദാവീദ് വിചാരിച്ചത് കേവലം യഹൂദിനു വേണ്ടിയും ഇസ്രായേലിനും വേണ്ടിയാണ് ദൈവം നിൽക്കുന്നത്, യഹോവയുടെ ആരാധനയിലും യഹോവയെ സ്തുതിക്കുന്നതിലും മറ്റാർക്കും പങ്കില്ല എന്ന് വിചാരിച്ചിരുന്നതായ ആ ദാവീദിന് മനസ്സിലായി, എളിയവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ക്ഷമ അർഹിക്കുന്നു, അവർക്കോട് ദൈവം ക്ഷമിക്കുവാൻ കർത്താവ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന കർത്താവിന്റെ കരുണയാലും ദയയാലും ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ജീവിതങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ ശിക്ഷിക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ നാമും അണിനിരുന്ന ജീവിതങ്ങളാണ്. നമ്മോട് കരുണ കാണിച്ച ദൈവം തക്ക സമയത്ത് നമ്മുടെ എളിയത്വത്തെ മനസ്സിലാക്കി ദൈവം നമ്മുടെ കുറ്റങ്ങളിൽ നിന്ന് നമ്മെ വിമുക്തരാക്കി നമുക്ക് രക്ഷ എന്ന പാനപാത്രം എടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനുള്ള യോഗ്യത നമുക്ക് തന്നു എന്ന് ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെ ബോധിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നാം ആവശ്യപ്പെടുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതാപരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ധനം, സമ്പത്ത്, മാന്യത, ശത്രുനിഗ്രഹം, ദീർഘായുസ്, ഇതൊക്കെയും നമ്മുടെ മോഹങ്ങൾക്ക് അധീനമായിട്ടുള്ളതായ, ആഗ്രഹങ്ങൾക്ക് അധീനമായിട്ടുള്ളതായ, ഈ ഭൂമിയിൽ നശിച്ചു പോകുന്നതായ പല കാര്യങ്ങളുമാണ്. എന്നാൽ ദൈവം അതൊക്കെയും നൽകുന്നത് നമ്മുടെ പ്രാപ്തിക്കും നമ്മുടെ കഴിവിനും നാം അർഹമായ രീതിയിൽ ദൈവം പകുത്തു നൽകുന്നതായ കാര്യമാണ്. എന്നാൽ നാം ദൈവത്തിന്റെ സന്നിധിയിലും വിവേകവും ജ്ഞാനവും ആവശ്യപ്പെടുന്നവർക്ക് ദൈവം ധനം കൊടുക്കുന്നു, മാനം കൊടുക്കുന്നു, ഉയർച്ച കൊടുക്കുന്നു, ദീർഘായുസ് കൊടുക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു. അതൊക്കെയും ദൈവത്തിന്റെ ദാനമായി, അത് എല്ലാം ദൈവം തന്റെ കരുണയാൽ കൊടുക്കുന്നതാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ നാം ധനത്തിന് വേണ്ടിയും മാനത്തിന് വേണ്ടിയും ശത്രുനിഗ്രഹത്തിന് വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടിയും ദീർഘായുസിന് വേണ്ടിയും നാം ഉപവസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അത് പ്രസാദകരമല്ല. അതൊക്കെയും ദൈവം കരുണ തോന്നി നമുക്ക് ആവശ്യമുള്ളത് ദൈവം പകുത്ത് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നതായ കാര്യമാണ്. ചോദിക്കാതെ നമുക്ക് തരുന്നതായ കാര്യമാണ്. എന്നാൽ നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മടുത്തു പോകാത്ത പ്രാർത്ഥന, വിവേകത്തിനും ജ്ഞാനത്തിനും വേണ്ടി ആയിരിക്കട്ടെ. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായി തമ്മിലുള്ളതായ തിരിച്ചറിയേണ്ടതിന്, നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മൾ നന്മയായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയുവാനുള്ള വിവേകവും ദൈവത്തെക്കുറിച്ചുള്ളതായ അറിവിന്റെ ജ്ഞാനവും നമ്മിൽ വരുമ്പോൾ നാം അറിയാതെ നമ്മിൽ ഐശ്വര്യം പകരപ്പെടുന്നു, മാനം പകരപ്പെടുന്നു, ദീർഘായുസ് പകരപ്പെടുന്നു. അങ്ങനെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ, എളിയവരൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കുന്നുള്ളൊരു പരിജ്ഞാനവും ദൈവം അതോടൊപ്പം നൽകുന്നു. ഗോഡ് ബ്ലെസ് യു.